ഫാമിലി കിച്ചൺ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഫുൾജാർ സോഡയാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഒരുപാട് ട്രെൻഡി ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് ഇട്ട് നോക്കാമെന്ന് കരുതി. ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ശരിയായിട്ടില്ല. അപ്പോൾ ഇത് ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പച്ചമുളക്, ഇഞ്ചി, പുതിനയില, നാരങ്ങ, ഇതൊക്കെ ഇതിനൊക്കെ ജ്യൂസ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇഞ്ചി ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് വേണം, കസ്കസ്. ഇത് ഞാൻ ഈ പച്ചമുളകും പുതിനയിലും അരച്ചിട്ട് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതങ്ങനെ ചതച്ചിടയ്ക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കിത് കുടിക്കുമ്പോൾ. പിന്നെ നല്ല തണുത്ത സോഡ നമുക്ക് വേണം. പിന്നെ ഷുഗർ സിറപ്പാണ്. ഇത് ജസ്റ്റ് ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് ഒരു അരക്കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഉരുക്കി വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്ര വലിപ്പത്തിലുള്ള ഒരു ഗ്ലാസ്സിലാണ് ഞാനിത് ഫില്ല് ചെയ്യുന്നത്. അധികം വലിപ്പമില്ലാത്ത ഗ്ലാസ്സാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര് ഞാൻ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പൂണിൽ വളരെ കുറച്ച് ഇഞ്ചി. ഇഞ്ചി ഞാൻ മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഒരുപാട് കൂടുതലൊന്നും ആവശ്യമില്ല. ഞാൻ ഒരു ഗ്ലാസ്സിലേക്കുള്ള നാരങ്ങ നീരും ഇഞ്ചിയൊക്കെയാണ് ഇതിൽ ചേർക്കുന്നുള്ളൂ. 2 ടേബിൾ സ്പൂൺ. ഇത് ഇഞ്ചിയും പച്ചമുളകും പുതിനയിലും ഞാൻ അരച്ചിട്ട് ആ ജ്യൂസ് എടുത്തതാണിത്. ഇത് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കസ്കസ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. ഷുഗർ സിറപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷുഗറല്ല, നമുക്ക് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉപ്പ് ഒരു ചെറിയ സ്പൂണ് നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് നന്നായി പൊങ്ങി പോകുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യണം. ഒരുപാട് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് കുറച്ചും കൂടി വലിയ ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് ഈ ഷുഗർ സിറപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ സോഡയിൽ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇത് നമുക്ക് പതുക്കെ ഇട്ട് കൊടുക്കണം വേണ്ടത്. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഇപ്പോൾ ഇത് സോഡ ഒഴിക്കാൻ പോകുന്നത്. അതിന് മുന്നേ 2 ബീറ്റ്റൂട്ടിൻ്റെ 2 പീസുകൾ ഇടുന്നുണ്ട്. ഇത് വെറുതെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷനിലാണ്. സോഡ ഞാനിതിലേക്ക് നല്ല തണുത്ത സോഡയാണ് ഞാൻ ഒഴിക്കുന്നത്. ഞാനിതിലോട്ട് ഇടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫുൾജാർ സോഡ ഒരുവിധം കുഴപ്പമില്ലാതെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അടുത്തൊരു വീഡിയോ കഴിഞ്ഞിട്ട് വരുന്നവരെ താങ്ക് യു.